ഫാർമസിയുടെ സോഫ്റ്റ്വെയറിൽ പ്രധാനമായിട്ടുള്ളത് മാസ്റ്റർ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ തിരിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ സെയിൽസ്, പർച്ചേസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമുക്ക് ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഇതെല്ലാം നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലും വെച്ചിട്ടുണ്ട്. ഇതിൽ മാസ്റ്റർ നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ്, ഐറ്റംസ് അങ്ങനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടുകൾ വരുന്നുണ്ട്. ട്രാൻസാക്ഷനിൽ സെയിൽസ്, പർച്ചേസ്, റെസിപ്റ്റ്, പേയ്മെന്റ് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനിലുണ്ട്. റിപ്പോർട്ട്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സിലുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെ, സ്റ്റോക്ക് എങ്ങനെ എൻട്രി ചെയ്യുന്നതെന്ന് കാണിക്കാം. പർച്ചേസിന്റെ വിൻഡോ എടുക്കുന്നു. ഇവിടെ നമ്മൾ സപ്ലയർ, നമുക്ക് ആരാണോ നമുക്ക് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ സപ്ലയറുടെ പേര് നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. കീബോർഡിൽ F3 എന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്ലയറെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നെയിം എന്ന സ്ഥലത്ത് നമ്മൾ സപ്ലയറുടെ പേര് കൊടുക്കുന്നു. AB ഡിസ്ട്രിബ്യൂട്ടർ എന്നോ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. സേവ് ചെയ്യുന്നു. അതിനുശേഷം എൻട്രി അടിച്ച് തൊട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിലേക്ക് വരും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ നമ്മൾ ഐറ്റത്തിന്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. കാൽപോൾ ജസ്റ്റ് കൊടുക്കുന്നു, എൻട്രി അടിക്കുന്നു. ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിലേക്ക് വന്നു. ഇനി HSN നമ്പർ കൊടുക്കുന്നു. ഐറ്റത്തിന്റെ HSN നമ്പർ എത്രയാണോ HSN നമ്പർ കൊടുക്കുന്നു. കാൽപോൾ ഞാൻ അതിന്റെ കൂടെ 500 mg എന്നും കൂടി ഞാൻ എഡിറ്റ് ചെയ്ത്, നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ പർച്ചേസിലും കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെങ്കിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഇവിടെ ചെയ്യാം. അലിയാസ് നെയിം നമ്മൾ കൊടുക്കുന്നു, പാരസെറ്റമോൾ. ഇത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. വേറെ ഏതെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് കൊടുക്കുന്നു. കാറ്റഗറി അതേപോലെ തന്നെ നമുക്ക് പുതിയ കാറ്റഗറി വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. കമ്പനി വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഗോഡൌൺ, റാക്ക്, അങ്ങനെ നമുക്ക് റാക്ക് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ നെയിം ഇവിടെ കൊടുക്കാം. ഇപ്പൊ പുതിയൊരു റാക്ക് ആണെങ്കിൽ അതിന്റെ പേര് AB1 ആണെങ്കിൽ AB1 എന്ന് കൊടുക്കാം. എൻട്രി അടിക്കാം. അപ്പോൾ അതവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ സ്ട്രിപ്പാണ്, സ്റ്റോക്ക് യൂണിറ്റ് എപ്പോഴും സ്ട്രിപ്പാണ് കൊടുക്കേണ്ടത്. സ്ട്രിപ്പിൽ മേടിക്കുന്ന സാധനങ്ങളല്ല നമ്മള് ഇപ്പോ കുപ്പിയിലുള്ള സാധനം ബോട്ടിലായിട്ടുള്ള മേടിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ 2 നമ്പേഴ്സിന്റെയാണ് കാണിക്കേണ്ടത്. ഡിഫാൾട്ട് സ്ട്രിപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ട്രാൻസാക്ഷൻ യൂണിറ്റ് നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം സെയിൽസ് റേറ്റ്, പർച്ചേസ് റേറ്റ് ഒന്നും ഇവിടെ കാണിക്കാൻ നിർബന്ധമില്ല. ടാക്സ് പെർസെന്റേജ് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം. എത്ര ശതമാനമാണോ, 5%, 5% കാണിക്കാം. തൊട്ട് താഴത്തേക്ക് ക്വാണ്ടിറ്റി യൂണിറ്റ്, ഇവിടെ നമ്മൾ ഒരു സ്ട്രിപ്പിൽ എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കണം. അപ്പൊ ഒരു സ്ട്രിപ്പിൽ 5 എണ്ണമാണ് വരുന്നതെങ്കിൽ 5 ഗുളികൾ വരുന്നെങ്കിൽ 5 എന്ന് ഇവിടെ കാണിക്കാം. എൻട്രി അടിക്കുന്നു. ജസ്റ്റ് ഒന്നുകൂടി എൻട്രി അടിക്കുന്നതോടെ ഡു യു വാണ്ട് സേവ് ചോദിച്ചു കഴിഞ്ഞാൽ S കൊടുക്കുന്നു. അതോടെ ഈ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഇത് കഴിഞ്ഞു. പെർമനന്റ് ആയിട്ട് ഐറ്റം ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നേരെ പർച്ചേസിലേക്ക് റിട്ടേൺ വരും. ഇവിടെ നമ്മൾ എത്ര എണ്ണാണോ ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന, എത്ര സ്ട്രിപ്പാണോ, 10 സ്ട്രിപ്പാണോ 10 സ്ട്രിപ്പ്. ഒരു സ്ട്രിപ്പിന്റെ വില ഇവിടെ അടിക്കുന്നു നമ്മൾ. ഇപ്പൊ 45 രൂപയോ 45 രൂപ. 5% ടാക്സ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ബാച്ച് നമ്പർ, നമ്മൾ കൊടുത്ത ഐറ്റത്തിന്റെ ബാച്ച് നമ്പർ എന്താണോ ആ ബാച്ച് നമ്പർ എൻ്റർ ചെയ്യുന്നു. മാർജിൻ പെർസെന്റേജ് ആയിട്ട് അടിക്കാം. നമ്മൾ നോർമലി എന്താണ് എത്ര രൂപയുടെ അതിന്റെ MRP അല്ലെങ്കിൽ സെയിൽസ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ 60 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ 60 രൂപ എന്ന് ഇവിടെ കാണിക്കുന്നു. എക്സ്പയറി, ഇവിടെ എക്സ്പയറി കലണ്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലണ്ടർ സെലക്ട് ചെയ്യാൻ കഴിയും. നമുക്ക് കലണ്ടർ സെലക്ട് ചെയ്തുകൊണ്ട് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. എൻ്റർ അടിക്കുന്നത് തൊട്ട് താഴത്തേക്ക് ചെയ്യുന്നു. സെയിം പോലെ തന്നെ അടുത്ത ഐറ്റം നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോ ഡോളോ ആണെങ്കിൽ ഡോളോ, ഓൾറെഡി ഉള്ള ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ്റർ ചെയ്യാം. ഇവിടെ 10 ആണ് 10. ഓൾറെഡി ആദ്യം ഈ ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റിയടിക്കാൻ പറ്റും. ഇനി നമ്മൾ അതിന്റെ ബാച്ച് നമ്പർ എത്രയാണോ ബാച്ച് നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇതേപോലെ തന്നെ സെയിൽസ് റേറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതും അടിക്കാം. ഓൾറെഡി ഐറ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന്റെയാണ് ഈ ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, തൊട്ട് താഴത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് നമ്മളിത് പർച്ചേസ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2713 രൂപയാണ് ടോട്ടൽ എമൗണ്ട്. ഇതിലേക്ക് നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം. ഇല്ലെങ്കിൽ നമ്മളിവിടെ 0 കാണിക്കുന്നു, ക്രെഡിറ്റിനാണ് എന്നുള്ളത് കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ ബില്ല് സേവ്, നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുന്നു, ജസ്റ്റ് സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നതോടെ ഈ ബില്ല് സ്റ്റോക്കിലേക്ക് കയറി നമ്മൾ ഒന്ന് സ്റ്റോക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റോക്കിലേക്ക് കണ്ടില്ലേ, ഡോളോയും കയറി കാൽപോളും കയറി, രണ്ടും നമുക്ക് സ്റ്റോക്കിലേക്ക് കയറിയിട്ടുണ്ട്. അതിന്റെ മൊത്തം ഇവിടെ കാണിക്കും. ഇവിടെ നമ്മൾ 10 സ്ട്രിപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. മൊത്തം എത്ര എണ്ണം ഗുളികകളുണ്ടോ അത് ഇവിടെ കാണിക്കും. 50 എണ്ണം എന്ന് കാണിക്കും. ഇവിടെ നമ്മൾ 10 ഇത് 10 സ്ട്രിപ്പാണ് ഉള്ളത്. അപ്പോ 100 എണ്ണമാണ് മൊത്തം, 100 ഗുളികകളാണ് മൊത്തം ഉള്ളത് നമ്മളവിടെ കാണിക്കുന്നത്. ഇനി സെയിൽ എങ്ങനെ ചെയ്യുന്നത്, സെയിൽസിന്റെ വിൻഡോയിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കൂടി നോക്കാം.
നമ്മൾ സെയിൽസിന്റെ വിൻഡോ എടുക്കുന്നു, സാധാരണ പോലെ സെയിൽസിന്റെ വിൻഡോ എടുക്കുന്നു. ഐറ്റത്തിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടുന്ന് നമ്മൾ കാൽപോ എന്നാണ്, കാൽപോ എന്ന് അടിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് സീൻ അടിക്കുമ്പോൾ തന്നെ അതിന്റെ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസും അവിടെ കാണിക്കും. നമ്മൾ കാൽപോൾ 500 mg എന്ന് സെലക്ട് ചെയ്യുന്നു. എൻ്റർ അടിക്കുന്നതോടെ ഒരു പോപ്പപ്പ് വരുന്നു. ഈ പോപ്പപ്പിൽ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഡേറ്റ് കാണിക്കും, ബാച്ച് നമ്പർ അതിൽ കാണിക്കുന്നുണ്ടായിരിക്കും, ബാർകോഡ് ഉണ്ടെങ്കിൽ ബാർകോഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, സെയിൽസ് റേറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്, MRP കാണിക്കുന്നുണ്ടായിരിക്കും, അതിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നും കാണിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നതോടെ എക്സ്പയറി ബാച്ച് നമ്പർ അതിലേക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് വരും. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര എണ്ണമാണ് ഇപ്പോ 5 ക്വാണ്ടിറ്റിയാണ്, 5 എണ്ണം കാണിക്കുന്നത്. എൻ്റർ അടിക്കുന്നു. ഓട്ടോമാറ്റിക്കലി അവിടേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വരുന്നു. നമ്മൾ സേവ് ചെയ്യുന്നു. അവിടെ നമുക്ക് പ്രിന്റ് റെഡി ആയിട്ടുണ്ടാവും. ഇത്രയാണ് ഇതിൽ വരുന്നുണ്ടാവുക. നമ്മൾ സെയിൽ ചെയ്തതിനു ശേഷം നമുക്കൊന്ന് വേണമെങ്കിൽ സ്റ്റോക്ക് ഒന്നുകൂടി പോയി നോക്കാം പറ്റും അല്ലെ. കാൽപോൾ ഒരെണ്ണം ഒരു സ്ട്രിപ്പ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 മെഡിസിനാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ 5 ഗുളികകളാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതില് ഇനി ബാലൻസ് 9 സ്ട്രിപ്പ് ഉണ്ട്, 45 ഗുളികകളും ഇതിലുണ്ടായിരിക്കും. ഇനി നമുക്ക് നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ക്രെഡിറ്റിനായിരുന്നു. അപ്പൊ ആ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്ത് നമുക്കൊന്ന് കാണാൻ പറ്റും. അക്കൗണ്ട് ലെഡ്ജറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് AB ഡിസ്ട്രിബ്യൂട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലെഡ്ജറിൽ നമുക്ക് പർച്ചേസ് അക്കൗണ്ടിൽ 2713 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രെഡിറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് പേയ്മെന്റ് ചെയ്യണം. ജസ്റ്റ് പേയ്മെന്റ് എടുക്കുന്നു. ഇവിടെ നമ്മൾ AB ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി ക്യാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ക്യാഷ് ജസ്റ്റ് കാണിക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ബാലൻസ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഇതിലെ 2713 രൂപ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലേക്ക് എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത്, 1000 രൂപയാണ് നമ്മൾ അതിലേക്ക് പേയ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് സേവ് ചെയ്യുന്നു. നമ്മൾ ലെഡ്ജർ ഒന്നുകൂടി പോയി എടുത്ത് നോക്കാം. അല്ല, 2713 രൂപയ്ക്ക് 1000 രൂപ ക്യാഷ് പെയ്ഡ് ചെയ്ത് കാണിക്കുന്നു. ബാലൻസ് ഇത്ര രൂപ ഉണ്ടെന്ന് കാണിക്കുന്നു. ഇങ്ങനെയാണ് ലെഡ്ജർ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ്, ക്യാഷ് ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. രാവിലെ ഇത്ര രൂപ ഉണ്ടായിരുന്നു, അതിന് ഇത്ര രൂപ പേയ്മെന്റ് ചെയ്ത് ബാലൻസ് ഇത്ര രൂപ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാഷ് ബുക്കും കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ബാച്ച് വൈസ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഐറ്റംസിൽ പോയി കഴിഞ്ഞാൽ ബാച്ച് വൈസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ട്. ഈ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബാച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ച് വൈസ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതല്ലേ, ഇത് ഇപ്പൊ കാൽപോളിൽ നമ്മൾ അടിച്ചിട്ടുള്ള AB 344 എന്ന് പറഞ്ഞാൽ അതിൽ 9 സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അത് 9 സ്ട്രിപ്പ് ഉണ്ട് കാണിക്കും. മൊത്തം 45 ഗുളികകൾ ഇനി ബാലൻസ് ഉണ്ട് എന്നുള്ളതും കാണിക്കും. ഒരു സ്ട്രിപ്പിൽ ഒരു സ്ട്രിപ്പിൽ എത്ര ഗുളികൾ ഉണ്ടെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ബാലൻസ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് ബാച്ച് വൈസ് ആയിട്ട് തന്നെ കാണിക്കും. അപ്പൊ അടുത്ത ബാച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിന്റെ തൊട്ട് താഴത്തായിട്ട് ആ ബാച്ചും കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് രജിസ്റ്റർ, നമുക്ക് എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്, ഇന്ന് മൊത്തം സെയിൽ നടന്നതിന് എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാം. റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് രജിസ്റ്റർ പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് ഉണ്ട്. ഈ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും, ഡേറ്റ് ഇതിൽ കാണിക്കുന്നുണ്ടായിരിക്കും, ഇന്നത്തെ ആ സെയിൽ എമൗണ്ട്, ഒരു ഏത് ബില്ലാണോ ആ ബില്ലുള്ള സെയിൽ എമൗണ്ട്, അതിലൊന്നുള്ള കോസ്റ്റ്, അതിലൊന്നുള്ള പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് ഒരു ദിവസത്തെ മൊത്തം സെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഡേറ്റുകളുടെ ഇടയിൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റിൽ നമുക്ക് ഇവിടെ ഒരു മാസത്തെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കലണ്ടറിൽ സെലക്ട് ചെയ്യുക. ആ ഡേറ്റ് മുതൽ ഈ ഡേറ്റ്, ഒരു അപ് ടു ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ തന്നെ ബിൽ വൈസ് ഉണ്ട്, ഐറ്റം വൈസ് ഉണ്ട്. നമുക്ക് ഒന്നിച്ച് കാണാൻ ഐറ്റം വൈസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കാണാനുള്ള ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അതേപോലെ തന്നെയാണ് എക്സ്പയറി റിപ്പോർട്ട്. നമുക്ക് റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പയറി അനാലിസിസ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ട്. ഈ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾറെഡി ഐറ്റത്തിന്റെ പേര് കാണിക്കുന്നുണ്ടായിരിക്കും, അതിന്റെ ബാച്ച് നമ്പർ കാണിക്കുന്നുണ്ടായിരിക്കും, ബാർകോഡ്, സെയിൽസ് റേറ്റ്, MRP കാണിക്കണം, എക്സ്പയറി ഡേറ്റ് എന്താണോ അത് കാണിക്കുന്നുണ്ടാവും, സ്റ്റാറ്റസ് എത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പയർ ആവും എന്നുള്ളത് കാണിക്കാൻ പറ്റും. ഇവിടെ നമുക്കൊരു പ്രത്യേക ഡേറ്റ് കൊടുത്തിട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കീബോർഡിൽ Alt F എന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഡേറ്റുകൾ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഇതിലുണ്ട്.